ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാനൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് സെൽഫ് ലവിനെ കുറിച്ചിട്ട്, സെൽഫ് ലവും ട്രസ്റ്റും. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ നല്ല ആണ് എനിക്ക് ഇൻഡിവിജ്വലി മെസ്സേജസ് ആയിട്ട് വന്നത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ നിന്നും. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എല്ലാവരും പ്രാക്ടീസ് ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. പക്ഷേ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും, ഓക്കെ, അതിൽ ഞാൻ 1-2 ടെക്നിക്സ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറേ കൂടെ ഇഫക്റ്റീവായിട്ട് ടെക്നിക്സ് സെൽഫ് ലവ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, ഡെയിലി നമ്മൾ ഒരു മോർണിംഗ് റിച്വലിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ്, ഓക്കെ, ഡേ 1 സെൽഫ് ലവ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു നോട്ട്ബുക്ക് എടുക്കുക. നിങ്ങൾ ഓൾറെഡി എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു ജേർണൽ മെയിൻറ്റെയിൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ജേർണൽ എടുത്തിട്ട്, ഓക്കെ, നിങ്ങളെ കുറിച്ചുള്ള ക്വാളിറ്റീസ്, ഓക്കെ, മിനിമം 5 ക്വാളിറ്റീസ് എങ്കിലും എഴുതുക. അതായത് ഫോർ എക്സാമ്പിൾ കൈൻഡ്നെസ്, നിങ്ങൾ ഭയങ്കര ബോൾഡാണ്, കറേജിയസ് ആണ്, ഓക്കെ, ഭയങ്കര ലവിങ് ആണ്, കെയറിങ് ആണ്. അപ്പോൾ ഒരു 5 ക്വാളിറ്റീസ് എഴുതുക. അങ്ങനെ എഴുതിയാൽ മാത്രം പോരാ. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, അതിലത്തെ ഒരു ക്വാളിറ്റി എടുക്കുക. ഫോർ എക്സാമ്പിൾ കൈൻഡ്നെസ് ആണ് എടുക്കണമെന്ന് വെച്ചാൽ, ഓക്കെ, എന്നിട്ട് നമ്മൾ സ്കൂളിൽ അമീബ വരയ്ക്കില്ലേ, അപ്പോൾ അതുപോലെ നടുവിൽ ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ഫിഗർ വരയ്ക്കുക. അതിൻ്റെ നടുവിൽ കൈൻഡ്നെസ് എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ആ ഷേപ്സ്, ഈ കേർവ്സ് വരുന്ന ഭാഗത്ത് നിങ്ങൾ എവിടെയൊക്കെയാണ് കൈൻഡായിരുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റൻസസ്, ഓക്കെ, അത് എഴുതുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിക്ക് പൈസ ആവശ്യമുള്ളപ്പോൾ എക്സ്ട്രാ അത് നിങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ സമ്മർ ടൈമിൽ പുറത്ത് ആനിമൽസിനും ബേർഡ്സിനും ഒക്കെ, പക്ഷികൾക്കൊക്കെ വെള്ളം വെച്ച് കൊടുത്തു, നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ അല്ലെങ്കിൽ റോഡിൽ ആരെങ്കിലും വഴി ചോദിച്ചപ്പോൾ ഡയറക്റ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, നിങ്ങൾ കൈൻഡായിട്ടുള്ള ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ്. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സബ് കോൺഷ്യസിന് നമ്മൾ മെസ്സേജ് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഈ ക്വാളിറ്റി എവിടേക്കാണ് നമ്മളത് ഡിസ്പ്ലേ ചെയ്തത്. ഓക്കെ, ആ സബ് കോൺഷ്യസ് മൈൻഡിൽ കുറച്ചും കൂടെ അത് ബിലീഫായിട്ട് വരും. അത് നമ്മുടെ സെൽഫ് വർത്തിനെ ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കോൺഫിഡൻസിനെ കുറിച്ചിട്ടാണ് എഴുതണം. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു പ്രസൻറ്റേഷൻ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സെൽഫ് വർത്താണ് ഇതിൽ ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ആരുടെയും വാലിഡേഷനിൽ നോക്കുന്നില്ല. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയുകയാണ്, ഞാൻ വളരെ കൈൻഡാണ്, അതിന് ഞാൻ ഇത്രയും സിറ്റുവേഷൻസിൽ ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുങ്ങിയത് ഒരു 10 ഇൻസ്റ്റൻസസ് എങ്കിലും എഴുതുക. ഓക്കെ, നിങ്ങൾ കൈൻഡായിട്ടിരുന്ന ഇൻസ്റ്റൻസസ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്യണം. ഓക്കെ, എന്നിട്ട് കോമൻറ്റ് ബോക്സിൽ ഡേ 1 സെൽഫ് ലവ് എന്ന് എഴുതുക. ഇതുപോലെ കൂടുതൽ പ്രാക്ടീസ്, സെൽഫ് ലവ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എഫക്റ്റീവായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ പ്ലീസ് കൈൻഡ്ലി സപ്പോർട്ട് ദിസ് ജേർണി. മാക്സിമം പേരോട് ഷെയർ ചെയ്യുക. എല്ലാവരും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും ജീവിതത്തിൽ മുന്നേറണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് and share and like. Thank you and have a great day. Bye bye.